എല്ലാ ദിവസവും അന്നദാനത്തോടെ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിൽ പങ്കാളികളാകാൻ മുഴുവൻ ഭക്തജനങ്ങളെയും ക്ഷണിക്കുന്നു. തെയ്യങ്ങളെല്ലാം രാത്രി നടക്കുന്നു. അന്നേരം പ്രേതപിശാചുക്കളെല്ലാം നടക്കുന്നുണ്ടെന്ന് നമുക്ക് പണ്ടില്ലേ പറയലുണ്ടല്ലോ. അതേമാതിരി ഈ അമ്മ ഒരു കണ്ടം പൊളിച്ച് രണ്ടാമത്തെ കണ്ടത്തിൽ ഇറങ്ങിയപ്പോഴാണ് ആ ക്ഷേത്രത്തിൽ നിന്ന് പിന്നെ വലിയ നടവരമ്പാണ്. അന്നേരം വല്ല റോഡൊന്നും ഇല്ലല്ലോ. വരുമ്പത്തേക്കൂടെ ഇങ്ങനെ മണിമുഴക്കിയിട്ട് ചൂട്ടും വീശിയിട്ട് വരുന്നു. അപ്പോൾ അമ്മമ്മ പേടിച്ചു. കേരളത്തിലെ സാമ്പത്തിക ബന്ധമാണ് ഹൃദയത്തിൽ മിക്കവാറും തെയ്യങ്ങളെ ഉണ്ടാക്കുന്നത്. തെയ്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഹീറോയിക് കൾട്ടാണ്. സമസ്ത ചരാചര യാഥായോലികളിലും ജനമൂതിയുണ്ടെങ്കിലും ആളഭാഷത്താണ് വൃത്തി എന്റെ കറ കൊണ്ട് അല്ലേ അല്ലേ അനവധി ദേവീ ദേവന്മാരുണ്ടെങ്കിലും അവിടെ അങ്ങനെയാ എനിക്ക് തന്നിരിക്കുന്നതായിരിക്കുന്ന അനുഭവവും ആയുധങ്ങളൊക്കെ അങ്ങനെയാ അല്ലേ. എങ്ങനെയാണ് പ്രവർത്തനം ചെയ്യുക? എനിക്ക് തന്നിരിക്കുന്നതായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ നിരവധി അല്ലെ. ജീവനെ പുറത്തെടുക്കാൻ വേണ്ടി കാലിലായിരിക്കുന്ന വലയെറിഞ്ഞു, കാത്തോട്ടിക്കൊണ്ട് അത് വലിച്ചെടുത്തു, കാളവാദം കൊണ്ട് ബന്ധിച്ചു, കാലെടുത്തുകൊണ്ട് അടിച്ചു, കാളചക്രത്തെ കൊണ്ട് ജീവനെ പുറത്തെടുത്തു. അങ്ങനെയായിട്ട് അനുഭവം അല്ലേ അല്ലേ. തെയ്യം എന്ന് പറഞ്ഞാൽ ഓരോ ചരിത്രത്തിലുണ്ടാകുന്ന ഓരോ ദൈവന്മാരെ സങ്കല്പിച്ചിട്ടുള്ളതാണ് ഓരോ ദൈവങ്ങളും. കുട്ടിച്ചാന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്. നമ്മൾ കാസർഗോഡ് അങ്ങോട്ട് പോയിക്കുന്ന തലപ്രഭാവത്തിലും കൂടുതലുണ്ടാകുന്ന വിഷ്ണുമൂർത്തിയാണ്. അത് ദശാവതാരത്തിലെ ഒരവതാരം, നരസിംഹാവതാരം. അങ്ങനെ ഈ പണ്ടുള്ള കഥകളിൽ തൊട്ടുള്ള സംഭവങ്ങളാണ് ദൈവങ്ങൾ കുറിച്ചത്. പിന്നെ വീരമൃത്യു വരിച്ചത്, ഇപ്പം ഈ മന്നപ്പം നടത്താൻ വീരമൃത്യു വരിച്ചു. അപ്പം അതുപോലെ പിന്നെ മാക്കം, അതൊരു സ്ത്രീയാണ്. അത് ഒരു ചതിവിൽപ്പെട്ടിട്ട് ചതിക്കപ്പെടുന്നതാണ്, മുച്ചിലോട്ട് പോകും. അതുപോലെ അങ്ങനെയുള്ള ദൈവങ്ങൾ സ്ത്രീകോരങ്ങൾ പിന്നെ മൃത്യു വരിച്ചിട്ട് വരും. അപ്പോൾ കാരണം വരുന്ന വീടുകൾ മരണപ്പെട്ട ഒരാളാണ്. അപ്പം അങ്ങനെ വരുന്ന ദൈവങ്ങളുണ്ട്, അതല്ലാതെ ദൈവിക രൂപങ്ങളായിട്ട് വരുന്നത്. ചരിത്രത്തിൽ വരുന്ന ചരിത്ര കഥകളിൽ പെടുന്ന സംഭവങ്ങളാണ് ദൈവരൂപങ്ങൾ. അതൊന്നിനോടൊന്ന് ഒരു പുത്രനുണ്ടായി വനം കനിഞ്ഞ് ദിവ്യനെന്ന് പേര് വിട്ടു കൈലനാഥനാറ്റയൂറി നിന്ന നേരം മലവകളോ തിരുവുള്ളവ തെളിഞ്ഞു നന്നായി. വർഗമിൽ അവയുടകത്തുള്ള മനുഷ്യർക്കെല്ലാം വരും വിലകളകറ്റുന്ന തമ്പുരാനെ കരിവനക്കങ്ങളിലായി നിന്ന് ദൈവം വാചനവും കരിവനയും മനസ്സൊന്നായി ചുവടിയെ കൂടി എഴുന്നള്ളി ആതിരിമാടെ കുടികൊണ്ട തമ്പുരാനെ. അതാണ് തോറ്റി ഉണ്ടാക്കുന്നത്. ഈ ഓരോന്നിനും തോറ്റി ഉണ്ടാക്കുന്നത്. ആ തോറ്റത്തിലൂടെയാണ് പിന്നെ ഇതിൻ്റെ ചരിത്രം
ഈ ചരിത്രം പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ പെട്ടെന്ന് കണ്ണാടി നോക്കുമ്പോൾ മനസ്സിലായി ഞാനിതിനെയാണ്. അവിടെ ഒരു സെക്കൻഡ് ദൈവം പ്രത്യക്ഷപ്പെട്ടു. മലവാഴൂ മലവാഴൂ ദൈവത്താലേ ചെന്താമരപ്പൂവിൻ ചന്തം കാണക്കുള്ള ചെന്തളിർപ്പൂമേനി വിണിതയോ ഇറ്റേറ്റു ചോരുന്നീ ചോപ്പും ചോണയുമേ വെന്തു പോവാനിവൻ എന്തു ചെയ്തു. തെയ്യത്തിന് അടയാളം വാങ്ങും. ചിലത് കെട്ടാൻ വേണ്ടിയിട്ടില്ല നേരത്തെ കാവുന്ന വാങ്ങിക്കഴിഞ്ഞാൽ അന്നു മുതൽ അയാൾ ഇതിൻ്റെ പിന്നാലെ തന്നെയാണ്. ഈ തെയ്യത്തെ മനസ്സിൽ തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെ എടുത്തിട്ടാണ് അവസാനം കുടിയില വൈകുന്നേരം കുടിയില വാങ്ങണം. കുടിയില വാങ്ങി അതിന് കുടിയില തോറ്റുന്നുണ്ട്, തോറ്റമുണ്ട്, തന്തിത്തോറ്റം, മൊന്തിത്തോറ്റം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് തെയ്യം കെട്ടുന്നത്. അപ്പോഴേക്കും അയാൾ ആ വ്യക്തി ഇല്ലാതാവും. അയാളുടെ ഈഗോ തീർന്നിട്ടാവുമ്പോഴേക്കും പിന്നെ അയാളല്ല പറയുന്നതും പ്രവർത്തിക്കുന്നതും സാധാരണ. അപ്പോൾ അയാൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന നിങ്ങൾക്ക് ഈഗോ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ബോധമനസ്സ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ദൈവമായിട്ട് തന്നെ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് ട്രാൻസ്ഫോർമേഷൻ പൂർണ്ണമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നു. അയാളല്ല പറയുന്നത്, ദൈവമാണ് പറയുന്നത്. അപ്പോൾ ആ അത്തരത്തിലുള്ള ഉത്തരവിലുള്ള അവരുടെ ഭാഷ മാറും, എല്ലാം മാറും. അതിൻ്റെ ഏർപ്പത്തിൽ കാണുമ്പോൾ ട്രാൻസിലെത്തുമോ. അപ്പോൾ അവർ പറയുന്നത് പലപ്പോഴും കാര്യങ്ങളായി നിങ്ങളുടെ മനസ്സ് റീഡ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പ്രശ്നങ്ങൾ റീഡ് ചെയ്യാൻ പറ്റും. ഒരാളെ മുഖത്ത് നോക്കുമ്പോൾ അയാൾക്ക് നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ വരെ പറ്റും അവർക്ക്. അവരെ അരുവോ തിരിഞ്ഞിട്ട് അവരെ ഇങ്ങനെ മുഖത്ത് എല്ലാം അതെല്ലാം തൊട്ടില്ല നിൽക്കലാണ് എൻ്റെ സ്ഥിരം പരിപാടി. അത് ചെറിയതാണ്, 4 വയസ്സില്ലേരാണ്. എന്നേരം എനിക്ക് വലിയ പേടിയൊന്നുമില്ല തെയ്യത്തിന്. ഇന്നും തെയ്യത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നതിനോ അതിനൊന്നും പേടിയില്ല. അവരെ മുഖത്ത് എഴുത്ത്, അവര് ചെല്ലുന്ന തോറ്റം, ഇതെല്ലാം കേട്ടിട്ട് സന്തോഷമാണ്. ഒലിക